നടരാജ, നിന്റെ അടുത്ത് ഫാൻ ഇളക്കാനല്ല പറഞ്ഞത്. എടാ ഓട്, പാർട്ടി ഓഫീസിൽ ഓട് ഇളക്കി ഇടാനാ പറഞ്ഞത്. എടാ പുരുഷു ഉണ്ടോ അവിടെ? നീ ഒന്ന് കൊടുത്തേ ഫോണ്. ആ പുരുഷു, ഒരു പുരുഷു, എടാ ഓടിളക്ക് മാറ്റിയിടാനാടാ പറഞ്ഞത്. ആ പൊട്ടി ഓട് മാറ്റാനാ പറഞ്ഞത്. നിന്റെ അടുത്തേക്ക് ആരാടാ പറഞ്ഞ ഫാൻ കയറി ഇളക്കാൻ? ഓ അത് ചെയ്യൂ കേട്ടാ. കഷ്ടം തോറ്റ് കേട്ടോ. ആരെ കൊണ്ട്? ഈ നടരാജനെയും പുരുഷനെ നിങ്ങളെ പാർട്ടിക്കാരെ കൊണ്ട് അല്ലെങ്കിലും തോറ്റല്ലോ. ഇപ്പൊ വാർഡിൽ നിന്ന് തോറ്റു. എന്താ കാര്യമായിട്ട് വിളിച്ചത്? എടേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതെ, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ. കൊതു ശല്യ? എടാ കൊതു ശല്യമാണെങ്കിൽ ഒരു കൊതുകേരി കത്തിച്ച് വെച്ചാൽ കിടന്ന് ഉറങ്ങാമെന്ന് വെക്കും. ആപത്താ കലിപ്പ. മനസ്സിലായില്ലേ? എന്ത് കാര്യം? എടാ അതൊന്നും പറയണ്ട. അതായത് നമ്മുടെ ചരുവിളയിലെ ജമാലോമല്ലേ, ജമാലാമന്ദ്ര നിഹാദിന്റെ വാപ്പ. അവൻ ഗൾഫിൽ പോയ സമയത്ത് ആബിദയുടെ കുറച്ച് സ്വർണ്ണം എടുത്ത് ഇങ്ങനെ പണയം വെച്ചു. അവൻ കൃത്യമായിട്ട് അവിടുന്ന് മാസം തോറും പൈസ അയക്കുന്നു. നമ്മുടെ മാമായിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഈ സ്വർണ്ണം എടുത്തു തരണോ. ഇയാൾ ഈ പൈസ വാങ്ങിച്ചു തരണം അങ്ങ് ചപ്പിളി അടിക്കുക. നിങ്ങൾ വിളിച്ചു കാര്യമായിട്ട് ചോദിക്കാൻ തരുന്നത്, പൈസ എടുത്തു തരാൻ പറയാൻ തരും. ചോദിച്ച് ഞാൻ മടുത്ത്. വീട്ടിലാണെങ്കിൽ ആവിധ ഒരു സ്വൈരവും തരത്തില്ല. അത് പിന്നെ പെണ്ണുങ്ങൾ സ്വർണം തന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ നമ്മളവർ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കും. കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇയാളോട്ട് ചെറിയൊരു സംസാരം ഉണ്ടായി. ഞാൻ പറഞ്ഞു കാര്യം എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ സാധനം ഒന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോൾ ഇയാൾ ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലെല്ലാം എന്നെ വളരെ മോശക്കാരനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുക. ഇതില്ല, ഇത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തുവാണ്, അരിയും തിന്ന് ആരെയോ കടിച്ചിട്ട് പിന്നെ പട്ടി നായ്ക്ക് മുറുമുറുപ്പ്. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എടേ നീ വിചാരിച്ചാൽ നടക്കും. ഞാൻ വിചാരിച്ചാലേ സിമ്പിളായിട്ട് നീ വിചാരിച്ചാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവും കുടുംബക്കാരും മൊത്തം പറഞ്ഞിട്ട് കേൾക്കാത്താര് ഞാൻ ചെന്ന് അങ്ങേരത്ത് എങ്ങനെ പറയണം? അങ്ങേർക്ക് എന്നാ തന്നെ അറിയത്ത് പോലും ഇല്ല. നിഹാദിന് വഴി കണ്ടെന്തൊരു പരിചയമുള്ളൂ. എടാ ഞാൻ കാര്യം പറയട്ടെ, നീ കാര്യം കേട്ട് നീ തോക്കിനകത്ത് കയറി വെടിവെക്കല്ലേ. എനിക്ക് വെടിവെക്കടാ. എടാ നീ അങ്ങേരെ ഒന്ന് വിരട്ടി വിട്ടാ മതി. വിരട്ടാന് നിങ്ങൾക്ക് പ്രാന്ത്. നിങ്ങൾക്ക് ഈ വിരട്ടും കൊറോട്ട് കുടങ്ങാളെ നടന്നോണ്ടാ നല്ല നടപ്പിന് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇവിടെ ഇനി എന്തെങ്കിലും മുട കാണിച്ച് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞേക്കോ 2 മച്ചന്മാരോട്. നിങ്ങൾ ഇതിനാണ് കാര്യമായിട്ട് പെര കിടന്ന് എന്നെ വിളിച്ചു കൊടുക്കുന്നത്. എടാ നീ ബഹളം ഉണ്ടാക്കണേ, ഞാൻ പറയുന്നൊന്ന് കേക്കടേ. അടിക്കാനും പിടിക്കാനും ഒന്നും പോകുന്നില്ലല്ലോ. നീ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നീ തല്ലിയൊന്നും വേണ്ട, മാന്യമായിട്ട് വിളിച്ചു നിർത്തി ഒന്ന് വിരട്ടി വിടുക. എന്റെ പൊന്നൻസാർക്ക, ഞാൻ പോയി വരട്ടി കഴിഞ്ഞാൽ അങ്ങേർക്ക് എന്നെ എവിടെയോ കണ്ട് പരിചയമുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് അത് ക്ലീറ്റ മച്ചുമ്പോടെ ചെവി കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങളാ കൊട്ടേഷൻ തന്നേന്ന്. നിങ്ങൾ നാട് വിടേണ്ടി വരും, ഞാൻ ഈ വീട് വിടേണ്ടി വരും. അത് വേണോ? അതിന് നല്ലത് ആ പണം അവിടെ തന്നെ ഇരിക്കട്ടെ. അത് ശരി, അത് ഞാനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് അറിയാൻ പാടില്ല. അത് കൊള്ളാം. ഇപ്പൊ എന്തൊരു മാർഗം? പിന്നെ എന്ത് മാർഗം? അല്ല നീ വിചാരിച്ചാൽ മറ്റേ കൊട്ടേഷൻ ടീമിനെ വല്ലതും ഇറക്കാൻ പറ്റും? കൊട്ടേഷൻ ടീമിനെ ഇറങ്ങണ ചിക്കിലി വേണം. ഉണ്ടോ? പൈസ മുടക്കാൻ പറ്റുമോ? എത്ര രൂപ വേണം? ഒരു 10 രൂപ മുടക്കാന്നുണ്ടെങ്കിൽ നാളത്തെ ഞാൻ ഏർപ്പാടാക്കി തരാം. 10 രൂപ? 10,000 രൂപ. എങ്കിൽ പിന്നെ ആ സ്വർണ്ണം ഞാൻ അങ്ങ് എടുത്തു കൊടുത്താ പോരെ. റൊണാൾഡോ പറയുന്നത്. എന്റെ പൊന്നൻസാർക്ക് അമ്മാര് ഇതുമായിട്ട് നിൽക്കുന്ന ടീംസാണ്. അമ്മാര് കളത്തിൽ ഇറങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. ഞാൻ തിരിച്ചു കാണിച്ച അമ്മാര് ഒന്നും ചെയ്തിട്ട് പോകത്തില്ല. ഈ 10,000 രൂപ കൂടുതലല്ലേ? നീ ഒന്ന് കുറ 5 കൂടുതലാണ്. പോയ ഞങ്ങളുടെ പണി നോക്കി. നിങ്ങൾക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മാര് വണ്ടി കൊടങ്ങാമലെന്ന് വണ്ടി വിളിച്ച് ഇവിടെ വരണം. അമ്മാർക്ക് ലിക്കർ മേടിച്ചു കൊടുക്കണം, ഫുഡ് മേടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് പൈസ തന്നെ ഉണ്ട്. ഏടാ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ, അമ്മക്ക് ബാറിലൊന്നും കൊണ്ടുപോയി നീ ലിക്കറൊന്നും മേടിച്ചു കൊടുക്കണ്ട. ഒരുപാട് പൈസയാവും. ബാറിലൊന്നല്ല, ഞാൻ എന്റെ വർഷം സാധനം മേടിച്ചു കൊടുത്തോളാം. പക്ഷെ സാധനം മേടിച്ചു കൊടുക്കാനും വണ്ടി കുലിക്കും. പിന്നെ കൊട്ടേഷൻ എടുത്ത് എനിക്കൊരു 500 രൂപ വേണ്ടി. ആ പൈസ ചെലവുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, അമ്മാരുടെ അടുത്ത് പ്രത്യേകം പറയണം, ഇടിക്കൊന്നും ചെയ്യരുത്. പിന്നെ ഇടിക്കുക ചെയ്ത് കേസായി പോവും. കേസായി പോയാൽ പിന്നെ ആ കേസ് എന്നിലേക്ക് വരത്തില്ല, നിന്നിലേക്ക് വീട്ടിൽ കയറി വരട്ടും. മതിയോ? വീട്ടിൽ കയറി വരട്ടരുത്. നീ പൈസ ഇല്ല, അടിക്കരുത്, പിടിക്കരുത്, തെറി വരരുത്, വീട്ടിൽ കയറുത്. പിന്നെ എങ്ങനെ കൊട്ടേഷൻ നടപ്പിലാക്കും? ഞാൻ പറഞ്ഞുതരാം. അയാൾ എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഒരു 7 മണിയാകുമ്പോൾ മാർക്കറ്റിലോട്ട് ഒരു ഇറക്കമുണ്ട്. ആ മധുവണ്ണന്റെ കടയുടെ ഇടയ്ക്കൂടെയുള്ള റോഡുണ്ടല്ലോ, ആ മുടുക്ക്, അതിലെയാണ് പോകുന്നത്. അവിടെ ആകുമ്പോൾ വലിയ ആൾക്കാരൊന്നും ഇല്ല. അവിടെ പിടിച്ചു നിർത്തി ഒരു വരട്ടിയാൽ മതി. സെറ്റ്. പൈസ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 3000 രൂപ. 3000 രൂപ? അതേ ഉള്ളൂടെ, നീ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പൈസ ഇപ്പൊ എന്റെ കയ്യില്ല, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരും. ഞാൻ ചെയ്തോളാം. നീ പൂക്കളും ശരി വീടാതെ കൊട്ടേഷൻ എടുക്കത്തില്ല. അയക്കുവാ, നമുക്കറിയാം. അനുയായി അല്ലേ ചേട്ടാ? അയക്കും. ഓ പിന്നെ ഞാൻ നിന്നെ പറ്റിച്ചോണ്ടിരിക്കല്ലേ? ഓ നാളെ വണ്ടി കച്ചവടത്തിന്റെ പോയാൽ ഞാൻ മറന്നിട്ടില്ല ചേട്ടാ. സ്കാനറൊന്നും വേണ്ട, ഇന്നാൾ അയച്ച എന്റെ കയ്യിലുണ്ട്. നീ ആ പൈസ തിരിച്ചയച്ചെന്നല്ലേ ഒരു 300 രൂപ?
അത് കുറച്ചായിക്കട്ടാ. ആ അത് വേണ്ട വേണ്ട 3300 കൊട്ടേഷൻ. അപ്പൊ അത് വെട്ടിപ്പോയല്ലോ. ഏടാ ഓ മതി. നീ തരാനുള്ള വാടക എന്നിട്ട് നീ തുറന്നാ മതി. എന്നാ ഞാൻ എത്ര നാളുകൊണ്ട് ഇവിടെ നിന്ന് പണിയുന്നത്? അണ്ണ ആ വർത്താനം പറയുന്നുണ്ടോ? ഞാൻ വാടക ഞാനല്ലേ തരാം. എടാ 8 മാസം വാടക തരാനുണ്ട്. നീ ഒന്ന് നോക്കിയാ കടക്കാത്. നീ സാധനം എല്ലാം പറക്കി ഇറക്കും. ഒന്നെങ്കിൽ വാടക ഇല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പിക്കോ. അതെന്തൊരു വർത്താനം? എന്റെ കടക്കകത്ത് എന്നോട് ഇറങ്ങിപ്പോ പറയാൻ നീ പറ്റും? വാടക തട, എനിക്ക് പൈസ വേണം. വാടക ഇപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ അണ്ണൻ ഈ വർത്താനം പറയുന്നത് ഞാൻ അന്നേരം എടുത്ത് പൈസ ഇടുന്ന പൈസ എനിക്ക് താമസം ഞാൻ തരാം. സാവാസം ഇനി പറഞ്ഞില്ല 8 മാസം നീ ഉണ്ടാക്കാനുണ്ട്. 8 മാസത്തെ അണ്ണാ ഞാൻ പാലണ്ണ മനസ്സിലാക്കി. ഈ 2 വണ്ടി പണിഞ്ഞ് കുറച്ച് പൈസ കിട്ടും. അത് ഞാൻ കൈയോടെ അങ്ങ് തരും. ബാക്കി കട്ടൻ നീ ഇതല്ല നേരത്തെ പറയുന്ന ഘട്ടം ഘട്ടമുണ്ട്. ഇന്നാണ് ഞാൻ അവിടെ വെച്ച് 3000 രാവിലെ രാവിലെ കടയിൽ തുറന്നിട്ട് നിനക്ക് തോന്നി വിട്ട് അങ്ങ് പോവാ. കൊച്ചമ്പി നീ ഒന്നും പറയണ്ട, പൈസ തന്നിട്ട് നീ തുറന്നാ മതി. കൊച്ചമ്പി ഞാൻ ഇച്ചിരി വാടക പൈസ കൊടുക്കാറുണ്ട്. ഇച്ചിരിയോ? 8 മാസം വാടക തരാനുണ്ട്. 5000 രൂപ വെച്ച് 40,000 രൂപ. അത് ഞാൻ ഘട്ടം ഘട്ടമായിട്ട് തരാൻ. ഘട്ടം ഘട്ടമായിട്ട് തരണ്ട. അണ്ട് ഇതിപ്പോ ഞാൻ ഇത് കുറച്ച് കാലം കൊണ്ട് പറയാൻ തുടങ്ങിയതാ. അണ്ണാ നമ്മൾ ഉടമ്പടി എഴുതി എഗ്രിമെന്റിനകത്ത് കൃത്യമായിട്ട് നീ വാടക തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അണ്ണൻ തന്നെ എന്താ പറയടാ, നീ ഉള്ളപ്പോ തന്നാ മതി. നിനക്ക് പണി ഉള്ളപ്പോഴെന്ന് ഇവന്റെ പരിപാടി എന്ന് പറയാ, രാവിലെ കടയിൽ തുറന്നിട്ട് അവനങ്ങ് പോകും. എന്നിട്ട് രാത്രി ആയി കഴിഞ്ഞാലോ കൂട്ടുകാരെ വിളിച്ചോണ്ട് വെള്ളവടി, ഇവിടെ ഡാൻസ്, പാട്ട്, കൂത്ത്, അതിനാണ് ഞാൻ കടമെടുത്തേ. ഞാനേ ഈ ഇതുകൊണ്ട് ജീവിക്കുന്നവനാ. ഇതുകൊണ്ടേ ഞാൻ ജീവിക്കുന്നവനാ. ഇവൻ 8 മാസത്തെ വാടക തരാനുള്ളത്. ഇവനടുത്ത് ചോദിക്കുമ്പോ ഇവൻ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുത്താലോ ഇവൻ പറയുന്ന അണ്ണാ നാളെ തരാം, അണ്ണാ നാളെ തരാം. ഇതിപ്പോ പുള്ളി ഷട്ടർ പൊട്ടിക്കൊണ്ട് ആവശ്യമുള്ള സാധനം എല്ലാം എടുത്തോണ്ട് നീ പുറത്തിറങ്ങിയ കട ഞാൻ തരത്തില്ല. കട ഞാൻ തരത്തില്ലെന്ന് പറയാൻ തരത്തില്ല. അല്ലാണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കും. ഞാൻ കുറെ ചേട്ടൻ ഞാൻ എത്ര പെട്ടെന്ന് ഉള്ളത് ഞാൻ കൊടുത്തു തരാം. ഒന്നും നീ തരണ്ട, ഞാൻ ഷട്ടർ ഇടാൻ പോവാ. ഷട്ടർ ഇട്ടാ എനിക്ക് എഞ്ഞു പണിഞ്ഞു നീ പൈസ താ. അല്ല അതെന്തൊരു വർത്താനമാണ്. നീ പൈസ എന്നിട്ട് നിന്റെ വണ്ടി എടുക്കും. ഞാനിവിടെ പൂജപ്പുര സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്. എനിക്കറിയാം സാറിനെ. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മൊത്തം 40,000 രൂപ തരാനില്ലേ? 40,000 രൂപ തരാനുണ്ട്. അപ്പൊ ഞാൻ തരാം. 2 ദിവസം സമയം തരണം എനിക്ക്. മതി, തരാം. ആ 2 ദിവസം സമയം തന്നതിന് ശേഷം എനിക്ക് വണ്ടികളും ഈ സാധനം തന്നാൽ മതി. ശരി, സാറ് പറഞ്ഞ ഞാനേറ്റ്. ഈ വണ്ടി ഉടനെ കൊടുക്കണ്ടോ? ഇത്ര ദിവസം ഇവിടെ ഇരുന്നില്ലേ? ഈ 2 ദിവസം ഇവിടെ ഇരിക്കട്ടെ. ഇനി കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചിന്തിക്കണമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. സാറ് പറഞ്ഞ ഞാൻ ഓക്കെ. ശരി, ഞാൻ വരാം ഇങ്ങോട്ട്. ഞാൻ വൈകുന്നേരം ഒന്നുകൂടെ ഇങ്ങോട്ട് വരാം. ശരി സാറാ. ശരി. ഞാനൊരു കാര്യം പറയാം. ഇനി അതിനപ്പുറം വേണോ ഇപ്പുറം വേണോ നിങ്ങൾ തീരുമാനിക്കണം. ഇവന്റെ ഓരോ കാര്യങ്ങളും നിങ്ങളടുത്ത് ഓരോരുത്തടുത്ത് ഞാൻ തത്തയ്ക്ക് ബുദ്ധി പറയും പോലെ പറഞ്ഞിട്ട് നിങ്ങൾ ആരും കേട്ടിട്ടില്ല. ഒരാളും ചെവിക്കൊണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ നാണം കെട്ട ആരാ? ഞാനമ്മേ. നമ്മളെ കണ്ട ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മുമ്പ് പോയിട്ട് ഓച്ചാനിരിക്കേണ്ടി വന്നു എനിക്ക്. ആര് കാരണം? യവൻ കാരണം? നീ കാരണം? എനക്കാണല്ലോ അവനെ സപ്പോർട്ട് ചെയ്യണം കൂടുതൽ. അവൾ എന്ത് ചെയ്യാൻ ഇവന്റെ ഈ തോന്നിവാസത്തിന്? എടേ 1ഉം 2ഉം അബദ്ധം പറ്റാം. ഇത് പരമ്പരയല്ലേ? വന്ന അന്ന് മുതൽ ഓരോരോ പ്രശ്നങ്ങളല്ലേ? ഞാൻ അന്ന് തൊട്ട് റൊണാൾഡോ ചേച്ചോട് പറയണ്ട, എന്നെ നാണം കെടുത്തരുതെന്ന്. അല്ല ലില്ലിപ്പെട്ട അത് അവിടെ നീ മിണ്ടരുത്. ഇത്രയും നാൾ വാടക കൊടുക്കാതെ നീ എന്ത് ചെയ്യുമായിരുന്നടാ അവിടെ? വാടക 8 മാസത്തെ വാടക. ആവശ്യത്തിന് പൈസ കിട്ടുന്നുണ്ടായിരുന്നല്ല. എന്നിട്ട് ഈ പൈസ എല്ലാം കൂടെ എന്ത് ചെയ്യുമായിരുന്നു? റോസ് ചേച്ചി എടുത്ത് ചോദിക്കുമ്പോ റോസ് ചേച്ചിക്ക് വായിക്കുന്നില്ല. എന്ത് പാടാ ഇത്? എന്നിട്ട് വാടക കൊടുക്കാത്ത കെട്ടിടത്തിൽ കയറി കള്ളു കുടിക്കുന്നു. കള്ളു കുടിക്കുന്ന എങ്ങനാ? അപ്പുറം ഇപ്പുറമുള്ള കടക്കാരെ വിളിച്ച വരുത്തോടെ അവര് കുപ്പിയെടുത്തോ വരും. അപ്പൊ സ്ഥലം കൊടുക്കുമ്പോ 2 പെഗവിന് കൊടുക്കും. കണ്ടവരാ. അല്ല അത് നീ ഒരു കമ്പിപ്പാലെടുത്ത് വല്ല ബാങ്കും കുത്തി തുറക്കാൻ പോയി. ഇതിന് അന്തസ്സം ഉണ്ടത്? കെട്ടാൻ നിന്നപ്പോ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇത് കെട്ടി പെണ്ണും പെടക്കോഴിയും മക്കളും ഒക്കെ ആയപ്പോഴാണ് ഈ തോന്നിയാസം തുടങ്ങിയത്. അല്ലാതെ പുതിയ വണ്ടി ഇറങ്ങി. നിങ്ങളോട് എനിക്കൊരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ അങ്ങ് എന്റെ കൂടെ ചേർന്ന് വഴക്ക് പറയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൈഡിൽ കൂടെ കൊണ്ട് പാല് കൊടുക്കുക, മുട്ട കൊടുക്കുക, അവൻ പറയുന്നതെല്ലാം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിന് ഒരു കാര്യം തീരുമാനിച്ചോ, 40,000 രൂപ. 8 മാസത്തെ വാടക 5,000 രൂപ വെച്ച് 40,000 രൂപ കൊടുക്കാമെന്ന് ഞാൻ വാക്കാൽ സമ്മതിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ കൈ പൈസ ഒന്നുമില്ല. മക്കള് ഇനിയിപ്പോ എവിടെ നിങ്ങൾ ഇറന്നിട്ടെങ്കിലും ആ പൈസ ഒപ്പിച്ച് വെച്ചോളൂ. നാണക്കേടല്ലേ?
അമ്മേ, ഞാൻ എന്ത് വേണം അമ്മ പറ. മക്കള് ഇനിയിപ്പോ കടത്തിനും ഇടത്തിനും ഒന്നും പോണ്ട മക്കള്. എത്രയെന്ന് പറഞ്ഞ് ഇങ്ങനെ കടം വാങ്ങിയും തൊട്ടതിനും വച്ചതിനും ഒക്കെ അവന്റെ കാര്യത്തിന് കടം 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 നാണക്കേടായി. മക്കളൊരു കാര്യം ചെയ്യും, അമ്മയുടെ ഒരു വള ഇരിപ്പുണ്ട് ഇവിടെ, അതെടുത്ത് തരാം. ഒടിഞ്ഞ വള മറ്റേ അത് കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ മക്കള് ചെയ്തോ. വേണ്ടമ്മേ, അത് ചുമ്മാ ആവശ്യമില്ലാതെ എങ്ങനെയെങ്കിലും നാണമില്ലല്ലോ അച്ചാച്ച, നാണമില്ലല്ലോ. അതിവിടെ ഇരിക്കുകയല്ലേ വെറുതെ. അമ്മ അതൊന്നും വേണ്ട. ഞാൻ കുട്ടിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചോദിച്ചോളാം. അങ്ങനെ അത് കടം കൊണ്ടുപോയി വാങ്ങിക്കണ്ട. വെക്കണ ഈ കരക്കാരുടെ മുമ്പിൽ കിടന്ന് പിന്നെ. ഇവന് വേണ്ടിട്ട് ഛെ, നീ ഏറ്റോളണം. എനിക്ക് അതേ പറയാനുള്ളൂ മക്കളെ. ഞാൻ കുറേ ചേട്ടൻ എടുത്ത് തരാം. കുറേശ്ശായിട്ട് നീ ഉണ്ടാക്കും. അത് കുറേശ്ശെ കൂടുതലാ എങ്ങനെയെന്ന് വെച്ചാ അവൻ പറയുന്ന കണക്ക് നീ കേക്കണം കേട്ടാ. ഒന്നും വേണ്ട ഏട്ടാ, പറഞ്ഞു വിട്ടേക്ക് കൊടുങ്ങാവളേക്ക്, അതാ നല്ലത്. അല്ലാതെ ഇവിടുത്തെ സാഹചര്യം മനസ്സിലായി എനിക്ക്. ഗതികെട്ട് അങ്ങേയറ്റമായി. നമ്മൾ ഇവിടെ അവനും ഞാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരാവശ്യം വന്ന അമ്മയുടെ നമ്മൾ ഇതുവരെ പൈസ ചോദിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അമ്മ തരാൻ പോകണം എനിക്ക് വേണ്ടി. ഞാൻ അമ്മയ്ക്ക് തരാം. നീ അമ്മയ്ക്ക് കൊടുക്കണ്ട, നീ എന്റെ കയ്യിൽ കൃത്യമായിട്ട് പൈസ ഏൽപ്പിക്കണം. അത് തരാം. അത് മതി. കൊറേ തരും. പണി വേലയില്ലാതെ ഇവന് എവിടെ നിർത്തി തരാനോ നിനക്ക്? അല്ല, ഞാനിപ്പോ ഉള്ള വർക്ക്ഷോപ്പ് ആണെങ്കിൽ പൂട്ടിക്കളയുകയും ചെയ്തു. മാവിന്റെ മുട്ടിലോട്ട് ടാർപ്പൊരിച്ചോട് ബോർഡും വെച്ച് ഇവിടെ നീ അവിടെ ഇരുന്ന് ഒരു പുല്ലും ചെയ്യണ്ട. ഇവിടെ ആരെയും വിളിച്ച് വരുത്താൻ വേണ്ട. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന വർക്ക്ഷോപ്പ് നീ ജോലി ചെയ്യും, ശമ്പളം ഞാൻ മേടിക്കും. പറഞ്ഞ മനസ്സിലായി നിനക്ക്? നല്ല കാര്യം, പണിക്ക് പോട്ടെ. എന്തേ എന്താണ് അതില് കൊണ്ടുകൂടെ പൈസ? പോണിനി അമ്മ ഒന്നും മിണ്ടാരി അമ്മേ. അമ്മ ഇച്ചിരി പാവം തോന്നലും കൂടുതലാ. തൊടുന്നതൊക്കെ നാശം അവന്. അവന്റെ ഒരു ഗ്രഹം പഴയാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ഓ കഷ്ടം. അമ്മ കിടന്നില്ലായിരുന്നു? ഏ കിടന്നില്ലായിരുന്നു. കിടക്കണം, ഇത്തിരി കഴിയട്ടെ. എന്താ അമ്മ മറ്റേ വളേ ആ അത് ഞാൻ അമ്മയ്ക്ക് ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ പൈസ കൊണ്ട് ആ എടുത്ത പണയം വെച്ചെടുത്തുകൊണ്ട് അടച്ചിട്ട് ഞാനതങ്ങ് എടുത്തു തരാം. അതിപ്പോൾ നീ ഇത് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയണ്ട. കനകനല്ലേ ഏറ്റിരിക്കുന്നത്. കനകൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്തേച്ചാൽ മതി. എനിക്കതേ പറ്റൂ. അച്ചമ്പീനിപ്പം ആ അച്ചമ്പി ഏതോ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെയാ പറയുന്നത്. അതിൽ നല്ലത് ഞാനായിട്ട് ഇപ്പം വിളമ്പും പിന്നെയും മാവിൻ്റെ വീട്ടിലൊക്കെ ഉള്ള പണിയൊക്കെ ചെയ്തല്ല എവിടെയെങ്കിലും പണി തേടി പോയിട്ടാലും ഞാനതൊക്കെ കുറച്ച് എടുത്തു തരാം. സ്ഥിരമായിട്ടൊരു വർക്ക്ഷോപ്പിലൊക്കെ അത് നടക്കത്തില്ല. നീ ഉണ്ടാക്കിക്കൊണ്ട് തരുന്ന പ്രശ്നം നടക്കുന്നില്ല. ഞാൻ ഇതിൽ ഇടപെടത്തുമില്ല. കനകനാണ് ഏറ്റിരിക്കുന്നത്. കനകൻ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യുക. അമ്മ കനമച്ചമ്പി അടുത്തൊന്ന് പറഞ്ഞാൽ മച്ചമ്പി കേൾക്കും. ഇവിടെ കനകൻ ഏതാ ഒരു വർക്ക്ഷോപ്പിൽ നിന്നെ കൊണ്ടാക്കാന്നല്ലേ പറഞ്ഞത്. അവിടെ പോയി ജോലി ചെയ്ത് നീ എൻ്റെ വളയെടുത്ത് തരാൻ നോക്ക് എത്രയും പെട്ടെന്ന്. എനിക്കതേ ഉള്ളൂ. അങ്ങനെ വേറെ വർക്ക്ഷോപ്പിലൊന്നും പോയി അതൊന്നും ശരിയാവത്തില്ല. വേറെ പിന്നെ ഏത് വർക്ക്ഷോപ്പിൽ പോകണമെന്ന് എനിക്കിപ്പം എനിക്കെൻ്റെ വള കിട്ടണം. ഞാൻ കാര്യം പറഞ്ഞല്ലോ എന്നുള്ളത് വേണ്ട. ആ മേശിലുണ്ടോ ഇവിടെ? ആണോ? ആ മച്ചമ്പി ആ ഇത് ഓട്ടോ വർക്ക്ഷോപ്പ് അല്ലേ? എടാ ഇവിടെ ഓട്ടോയുണ്ട്, സ്കൂട്ടറുണ്ട്, ഇതാ എല്ലാ പരിപാടിയും ഉണ്ട്. വെയിറ്റ്, നീ ഇവിടെ പറഞ്ഞെടുത്താൽ മതി. മേശിലേ ഓ കനകനാ അതാ വരും സാറേ. ആ സാറേ ആ നമസ്തേ, ഞാൻ പറഞ്ഞ ആളതാ. ആ അതാ സാൾട്ടസ്.
12 സ്പാനറിന്റെ എടുത്തടാ. ആ 12 സ്പാനറിന്റെ എടുത്തോണ്ട് വരാം. ഇതാണോടാ 12 സ്പാനർ എടുക്കാൻ പറഞ്ഞ 30 എടുക്കുന്നത്. എത്ര ആളോ നിന്നെ പഠിച്ചു തരുവാടാ? പഠിപ്പിച്ചില്ലല്ലോ. പഠിപ്പിച്ചില്ലെന്നോ? അന്ന് കയറിയതിന്റെ പിറ്റേന്ന് മുതൽ നിനക്ക് ഞാനെങ്കിൽ 5 മണി ഞാൻ പഠിപ്പിക്കാം. നീ ഒരു കാര്യം താടാ പോയിട്ട് കടയിൽ പോയിട്ട് ഒരു ചൂട് ചായ ഒരു വടം മേടിച്ചുണ്ടോ? അതെങ്കിലും നീ വൃത്തിയായിട്ട് ചെയ്തു നോക്കട്ടെ. ചെല്ല്. എന്താണ് നോക്കിയിട്ട് പോടാ. എല്ലാം പറഞ്ഞ പോലെ ഓക്കെ സാർ. നോക്കിക്കൊള്ളാം. ഓ എന്തെങ്കിലും എന്നെ വിളിച്ചാൽ വിളിക്കാം. ഇവിടെയാണ് ഇടാ, ഇവിടെ സ്കൂട്ടർ പിന്നെ ഇതാ 3 വീലർ എല്ലാം ഉണ്ടെന്നേ. നീ ഇവിടെ കയ്യിലൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇല്ല കൊടുക്കൂല സാർ. മച്ചമ്പി പോവാ. ആ എനിക്കിവിടെ പണിയില്ലല്ലോ, നിനക്കല്ലേ പണിയുള്ളത്. ശരി സാറേ. അപ്പൊ എന്തെങ്കിലും എന്നെ വിളിച്ചാൽ മതി. വിളിക്കാം. നല്ല പണിക്കാരനാ. അറിയാം എനിക്കറിയാം. പിന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ ഉള്ള ആളാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ വാ, സുഖല്ലേ? കൈതാ നോക്കട്ടെ. കൈ പണിയൊക്കെ പഠിച്ച? പണി പഠിച്ചാ? ഓ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടടാ. സന്തോഷിക്കണം. പഠിച്ചത് വെച്ച് നീ ഇത്രയും വലിയൊരു വർക്ക്ഷോപ്പ് ഒക്കെ സെറ്റപ്പ് ആക്കിയല്ലേ? ആര് പഠിപ്പിച്ച്? എൻ്റെ കൂടെ ഇന്നല്ലേ നിർത്തിയിരുന്നു കുറെ. പിന്നൊരു കാര്യം പറയാം, ഇവിടെ സ്മോൾ അടി അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല മൊത്തത്തിൽ. കേട്ടല്ലേ? അതൊന്നുമില്ല ഇപ്പം. ഇല്ലായിരുന്നാ കൊള്ളാം. പിന്നെ വേറൊരു കാര്യം, ഈ ചായ കുടി ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരില്ല. വേണമെങ്കിൽ പോയി കുടിക്കണം. പോയിട്ട് വരുന്ന വഴിക്ക് എനിക്കൊരു ചായ വാങ്ങിച്ചിട്ട് വരണം. ബാ, പണി പറഞ്ഞുതരാം. ബാ സൾട്ടസേ, ഇവിടെ നീ മാത്രമേ ഉള്ളൂ അതോ? ഞാനുണ്ട്, വേറെ ശിഷ്യന്മാരുണ്ട്. ബാ കേറി വാ, പണി നിറയെ കിടക്കണം. കേറി വാന്ന്. ബാ. കനക, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങി ഒന്ന് പോണമോ? എനിക്ക് കയ്യിലെന്ന് കയറുവാണ് കേട്ടോ. ഇവിടെ പോണത് പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ആ 40,000 രൂപ എണ്ണി ഇവിടെ വെച്ചിട്ട് പോട്ട്. എവിടെ പോട്ട്? അത് തന്നെ പൈസ വെക്ക്. അത് ഞാൻ എന്തായാലും പണി ചെയ്തിട്ട് കുറച്ചായിട്ട് ഞാൻ എടെ പണി ചെയ്യാനല്ലേ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാന്ന് പറഞ്ഞത്, കൊണ്ട് പരിചയപ്പെടുത്തിയത്. പിന്നെന്താ കുഴപ്പം? എന്റെ കനക, ഇവനും അതെ ഇവന്റെ ചേട്ടനും അതെ ഒരു സ്ഥലത്ത് പണിക്ക് പോകൂല. ഇവർക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. അതുകൊണ്ടല്ല. എന്തുകൊണ്ടല്ല? എടാ മനസാക്ഷി ഉണ്ടടാ എനക്ക്? നിന്റെ അടുത്ത് കാരണം മുഴുവൻ പറഞ്ഞിട്ടായിരുന്ന അമ്മയുടെ വളയാണ് കൊണ്ട് വളയം വെച്ചേക്കണത്, അറിയാം എനക്ക്? അല്ല, അത് ഞാൻ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു വർഷോപ്പ് നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? നല്ല പണിയുള്ളടുത്താ കൊണ്ടാക്കിയത്. ഇപ്പൊ അവിടെ നിൽക്കാതെ വേറെ എവിടെയാ പോകാൻ പോണെന്ന്? അതല്ല ലിലിപ്പണ്ണെ, ആ വർഷോപ്പ് നടത്തുന്നവൻ അവൻ എന്റെ കൂടെ ഇന്നാ വണ്ടിപ്പണി പഠിച്ചേ. അവൻ എന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ അവൻ മുതലാളിയായിട്ടിരിക്കുന്നിടത്ത് ഞാൻ പോയി തൊഴിലാളിയായിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ മറ്റപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കും. ഞാനല്ലേ ചിന്തിക്കേണ്ടത്, നീ മാത്രം ചിന്തിച്ചാ മതി.
ഇവൻ പണി പിടിപ്പിച്ച ഒരാള് ഒരു സ്ഥാപനം നടത്തുന്നു. അവിടെ ജോലിക്ക് കണ്ട ഒരു ഗതികേട് നിനക്ക് വന്ന്. എന്തുകൊണ്ടാ? നിനക്ക് പണിയെടുക്കാൻ വയ്യാത്തോണ്ട്. അവൻ കഷ്ടപ്പെടുന്ന അവൻ അങ്ങ് ആ ഒരു നിലയിലെത്തി. നീ അവിടെ പണിയെടുത്താൽ മതി. മച്ചുമ്പി അത് നീ അവനെ കണ്ടുപിടിയടാ. അവൻ എങ്ങനെ ഇങ്ങനെ ആയിട്ടിരുന്നു. അതാ വേണ്ടത്. അല്ല നീ എന്തിനു പഠിക്കാനാ? ഒരു ഉടായ്പ കാണിച്ച് രാത്രി ഒളിച്ചോടാൻ പോണവൻ. നാണം കിട്ടും ബാക്കിയുള്ള ഉറക്കം കളയാനായിട്ട്. നാളെ നേരം വെളുക്കുമ്പോ അവിടെ തന്നെ നീ പണിക്ക് പോയാൽ